ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ബെർണോലി പ്രിൻസിപ്പിൾ എന്താന്ന് പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ടോ. അപ്പൊ അതിനായിട്ട് നമ്മുടെ താരന്റെ മെഴുകുതിരി വേണം, പിന്നെ ഇതുപോലെ സ്ട്രോയും വേണം. അപ്പൊ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ സ്ട്രോ എടുത്തിട്ട് നമ്മൾ ഈ കത്തുന്ന തീയുടെ സൈഡിലൂടെ ഊതണം. അതായത് ഈ ഒരു ഭാഗത്ത് കൂടെ ഊതി കൊടുക്കണം. അപ്പോൾ ഒരു സംഭവം നടക്കും. അപ്പൊ നമുക്ക് പോയി നോക്കട്ടോ. നമ്മളിപ്പോ ഇതിൽ ഊതിയ സമയത്ത് ഈ ഒരു തീ നമ്മൾ ഊതിയ ഭാഗത്തേക്ക് അടുക്കായി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളിതിൽ ഊതുമ്പോൾ ആ ഭാഗത്തിന്റെ വായുവിന്റെ സ്പീഡ് കൂടുമ്പോൾ അതിന്റെ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിച്ചാല് ചുറ്റുഭാഗത്തുനിന്നും പ്രഷർ കൂടിയ ഭാഗത്തുനിന്നും വായു അങ്ങോട്ട് വരും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ തീയുടെ കത്തിനോണ്ട് ആ തീയും അതിന്റെ കൂടെ വരും. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഫ്ലൂയിഡിന്റെ സ്പീഡ് കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയും. അപ്പൊ പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിച്ചാല് പ്രഷർ കൂടിയ ഭാഗത്തുനിന്ന് ഫ്ലൂയിഡുകൾ അങ്ങോട്ട് വരും. അപ്പൊ ഈ ഒരു സംഭവത്തിലാണ് ബെർണോലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരീക്ഷണങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ചെയ്തു നോക്കട്ടോ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് ഇത്. അപ്പൊ നമ്മൾ 2 ബോൾ ഇതുപോലെ കെട്ടി തൂക്കുക. 2 ബലൂൺ ആയാലൊന്നും കുഴപ്പമില്ല. ഇത് നമ്മളെ ഐസ്ക്രീമിന്റെ ബോളാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ കൂടെ ഊതണം. നോക്കിക്കോട്ടോ. നമ്മളിപ്പോ ഇതിൽ ഊതിയ സമയത്ത് നടുക്കൂടെ ഊതിയ സമയത്ത് ഈ ഒരു ബോളുകൾ രണ്ടും ഇങ്ങോട്ട് അടുക്കണം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അതും ഈ ഒരു തിയറിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിന്റെ സെന്റർ കൂടെ തന്നെ ഊതാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഇനി ഇതേ തത്വം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷണമാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പെണ്ണെടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. പെണ്ണോ പെൻസിലോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ വെക്കണം. കറക്റ്റ് സെന്ററിലേക്ക് വെക്കണം. അതിട്ട് നമ്മൾ സ്ട്രോ ഒരു 3-4 സ്ട്രോ ഇതുപോലെ ടേപ്പൊടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനടിയിലൂടെ നമ്മൾ സ്ട്രോ കൊണ്ട് ഊതണം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അതിന് ഇതുപോലെ കയ്യിലൊരു മുത്ത് വേണം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ ചെയ്ത് നോക്കിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഇതിങ്ങനെ ചുണ്ടലിങ്ങനെ വെച്ചിട്ട് ഊതി ഇങ്ങനെ നമ്മളിങ്ങനെ വായിലിങ്ങനെ പൊന്തിച്ച് നിർത്തുമല്ലേ, അതിൻ്റെ സംഭവം. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാം. പോയോ ഇന്നെ കൊണ്ട് പറ്റുന്നില്ല അറിയാൻ. അപ്പൊ സംഭവം ഞാനിതിൽ പരാജയപ്പെട്ടുട്ടോ. നമ്മളെ കൊണ്ട് ഇത് കഴിയണില്ല നിർത്താൻ. അപ്പൊ നമ്മളെ കിച്ചുണ്ട് ഇവിടെ. കിച്ചൊന്ന് ശ്രമിച്ചു നോക്കണ്ട്. ഒന്നുകൂടി എടുത്തു. ഒന്നുകൂടി. അപ്പൊ ഈ ഒരു മുത്ത് ഇങ്ങനെ വായിൽ പൊന്തി നിൽക്കുന്നതും ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വിമാനങ്ങളൊക്കെ പറക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കൂടി ഈ ബെർണോലി പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ നമുക്ക് കാണാം. ബൈ.